മാസപ്പടി കേസിൽ വീണ വിജയന് കുരുക്കായി ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഡിവൈസുകളുടെ സൈബർ ഫോറൻസിക് അനാലിസിസ് റിപ്പോർട്ടും പരിശോധിക്കുകയാണ് ഇ.ഡി. SFIO ഇ.ഡിക്ക് കൈമാറിയ രേഖകളിലാണ് ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുമുള്ളത്. നിഷ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. നിഷ, വീണയ്ക്ക് ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഡിജിറ്റൽ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാകും ഇ.ഡി ഇതിൽ സുപ്രധാനമായ തെളിവായി ഈ ഡിജിറ്റൽ എവിഡൻസിനെ കണക്കാക്കുക? അപ്പം അതെങ്ങനെയാകും വീണയ്ക്ക് കുരുക്കാകുക? KP അശ്വതി, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ വീണയെ ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം ഈ SFIOയുടെ പക്കൽ നിന്നും ഇ.ഡിക്ക് ലഭിച്ച സുപ്രധാന രേഖകൾ, ഈ 134 രേഖകളാണ് ഇ.ഡിക്ക് SFIOയിൽ നിന്ന് ലഭിച്ചത്. ഈ രേഖകൾ പ്രകാരമായിരുന്നു, അല്ലെങ്കിൽ ഈ രേഖകൾ മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു വീണയെ ഇ.ഡി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. ഈ രേഖകൾ, ഈ 134 രേഖകളെന്ന് പറയുമ്പോൾ ഏതാണ്ട് 15,000-ഓളം പേജുകൾ വരും. ഈ 15,000-ഓളം വരുന്ന പേജുകളിലുള്ള രേഖകളാണ് SFIO ഇ.ഡിക്ക് കൈമാറിയത്. ഇതിൽ ഈ എക്സാലോജിക്കിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഡിവൈസുകളുണ്ട്. ഈ ഡിജിറ്റൽ ഡിവൈസുകളുടെ പരിശോധന പൂർത്തിയാക്കിയിട്ടുള്ള ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ് ഇ.ഡിയുടെ കൈവശമുള്ളത്. ഈ ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ സഹിതം വീണയെ ചോദ്യം ചെയ്യുമ്പോൾ അത് വീണയ്ക്ക് കൂടുതൽ കുരുക്കായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം വീണയോട് പല ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യഘട്ടത്തിൽ വീണയെ 9 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. അന്ന് വീണയോട് പ്രധാനമായും എക്സാലോജിക്കും CMRലുമായുള്ള ഇടപാടുകളെക്കുറിച്ചായിരുന്നു ചോദിച്ചത്. അന്ന് അതിനൊന്നും കൃത്യമായി തന്നെ വീണ ഉത്തരം നൽകിയില്ല. പിന്നീട് കഴിഞ്ഞ ദിവസം വീണയെ പെട്ടെന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അന്ന് ഈ SFIOയുടെ പക്കൽ നിന്നും സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ കിട്ടിയിരുന്നു. അത് പ്രകാരമായിരുന്നു ചോദ്യം ചെയ്യൽ. അന്നും ഈ ഇ.ഡിയുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ വ്യക്തത വരുത്താൻ വീണയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഡിവൈസുകളുടെ പരിശോധന ഫലവുമായി ഇത്തരത്തിൽ ഇ.ഡി വീണയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. നിഷ പറഞ്ഞതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പരിശോധന ഫലം ഈ തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യമാണ് വീണയെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ ദിവസം 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിലും പല ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം വീണ നൽകിയില്ല. പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇ.ഡിയുടെ ചോദ്യം ചെയ്യലുകളും നടപടിക്രമങ്ങളും. പക്ഷേ ഇപ്പോൾ ഡിജിറ്റൽ ഡിവൈസുകളും തെളിവാകുമ്പോൾ, അതിൻ്റെ ഫോറൻസിക് പരിശോധനകളും തെളിവാകുമ്പോൾ എല്ലാ തരത്തിലും കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് വീണ എന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? KP, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ബംഗളൂരുവിലെ ഓഫീസ് ഒരു വെർച്വൽ ഓഫീസായിരുന്നു എന്നാണ് വീണ 2 തവണ ചോദ്യം ചെയ്തപ്പോഴും ഇ.ഡിക്ക് നൽകിയ മറുപടി. എന്തായാലും പണമിടപാടുകൾ ഈ ബംഗളൂരുവിലെ ഓഫീസ് വഴിയും എക്സാലോജിക്കും CMRലും തമ്മിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ചോദ്യം ചെയ്യുമ്പോൾ അത് വീണയ്ക്ക് കൂടുതൽ കുരുക്കാവുന്നത്. ഇനിയിപ്പോൾ ഈ അടുത്ത ചൊവ്വാഴ്ച വീണ മിക്കവാറും ഇ.ഡിക്ക് മുന്നിൽ ഹാജരായേക്കും. 2ാം ഘട്ട ചോദ്യം ചെയ്യൽ മാത്രമാണ് കഴിഞ്ഞ ദിവസം പൂർത്തിയായതെന്നാണ് ഇ.ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും ഈ എക്സാലോജിക്കും CMRലുമായി നടത്തിയ പണമിടപാടുകളിൽ വ്യക്തത വരുത്താൻ വീണയ്ക്ക് 2 ഘട്ടമായി നടത്തിയ ചോദ്യം ചെയ്യലിലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡിജിറ്റൽ ഡിവൈസുകളുടെ, ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളുടെ ഒക്കെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ വീണയ്ക്ക് കുരുക്കായി മാറും. എന്തായാലും ഈ എക്സാലോജിക്കും CMRലുമായി പ്രധാനമായി നടത്തിയ പണമിടപാടുകൾ, അതായത് ചെയ്യാത്ത സേവനങ്ങൾക്ക് CMRൽ എക്സാലോജിക്കിന് വൻ തുകകൾ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടുകളിലേക്കും ഒപ്പം തന്നെ വീണയുടെ അക്കൗണ്ടുകളിലേക്കും ഒക്കെ എത്തിയതായി അന്വേഷണത്തിൽ ഇ.ഡി കണ്ടെത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ പ്രധാനമായും ഈ CMRൽ ഈ വീണയുടെ അക്കൗണ്ടിലേക്കും എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിലേക്കും ഒക്കെ നൽകിയിട്ടുള്ള വൻ തുകകൾ എന്തിനു വേണ്ടിയാണ് വീണ ചെലവഴിച്ചത് എന്നുള്ള കാര്യത്തിൽ പോലും കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ചെയ്ത ചോദ്യം ചെയ്യലിൽ വീണയ്ക്ക് വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. വീണയുടെ തിരുവനന്തപുരത്തെ ലോക്കർ പരിശോധിച്ചു. ഒപ്പം തന്നെ വീണയുടെ അക്കൗണ്ടുകൾ, എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടുകൾ, ഇവർ നടത്തിയ പണമിടപാടിൻ്റെ രേഖകൾ, ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം, ആ രേഖകൾ സഹിതമായിരുന്നു കഴിഞ്ഞ ദിവസം ഇ.ഡി വീണ്ടും വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. എന്തായാലും ആ 2ാം ഘട്ട ചോദ്യം ചെയ്യലിലും ഇതിനൊന്നും തന്നെ കൃത്യമായ ഉത്തരം നൽകാൻ, അല്ലെങ്കിൽ ഇ.ഡിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഇ.ഡി വൃത്തങ്ങൾ അറിയിച്ചത് 2ാം ഘട്ട ചോദ്യം ചെയ്യൽ മാത്രമാണ് പൂർത്തിയായത്. ഇനി ഉടൻ തന്നെ, അതായത് ഈ അടുത്ത ചൊവ്വാഴ്ച തന്നെ മിക്കവാറും വീണ ഇ.ഡിക്ക് മുന്നിൽ അടുത്ത ചോദ്യം ചെയ്യലിനായി ഹാജരായേക്കും. KP അശ്വതി. ശരി.